കാലുവാരികളെ കാലുവാരിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. ചില നിർണായക ഘട്ടങ്ങളിൽ കാലുവാരി ഏത് പാർട്ടിയിൽ നിന്ന് ഏത് പാർട്ടിയിലേക്ക് പോയാലും പ്രതിസന്ധി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു നന്ദികേടാണ്. ഈ കുറച്ച് മനുഷ്യരുടെ വികാരങ്ങളുടെ മേൽ നടത്തുന്ന ഒരുതരം പേക്കൂത്താണത്. കാരണം ആരുമല്ലാതിരുന്ന നിങ്ങളെ ഒരുപാട് മനുഷ്യരുടെ അധ്വാനം കൊണ്ടും പ്രയത്നം കൊണ്ടുമാണ് നിങ്ങളെ ഒരു സ്ഥാനത്തെത്തിക്കുന്നത്. സത്യത്തിൽ നമ്മൾ മാൻഡേയ്സ് കണക്ക് കൂട്ടിയാൽ ഒരു കുടുംബത്തിലെ മകന് വേണ്ടി അച്ഛനോ അമ്മയോ അധ്വാനിക്കുന്നതിൻ്റെ അത്രയും മാൻഡേയ്സിൻ്റെ അധ്വാനമുണ്ട് ഒരു ഇലക്ഷനിൽ ഒരാൾ ജയിക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഒരു അസംബ്ലി ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ എത്ര പേരായിരിക്കും ആ അസംബ്ലിയിൽ ആ ആൾക്ക് വേണ്ടി 10, 15, 20 ദിവസം പ്രവർത്തിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 15 കൊല്ലത്തെ മനുഷ്യപ്രയത്നമാണ് ഈ പറഞ്ഞ മാൻഡേയ്സ് കണക്ക് കൂട്ടിയാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. അങ്ങനെ മത്സരിച്ച് വിജയിപ്പിച്ച ശേഷം പിന്നീട് യാതൊരു മര്യാദയുമില്ലാതെ പല സ്ഥലത്തേക്ക് കാലുമാറി കാലുവാരി ഓടുന്ന ചില കാലുവാരികളെ തൂക്കിയടിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ. അതിൽ പ്രധാനിയായ ഒരാളാണ് AV ഗോപിനാഥ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ DCC അധ്യക്ഷനായിരുന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ്. പക്ഷേ ഒരു മനുഷ്യൻ നശിക്കുന്നത് എപ്പോഴാണെന്നറിയോ? അയാൾ എപ്പോഴെങ്കിലും അയാളുടെ പ്രസ്ഥാനത്തെക്കാൾ, അതേത് പ്രസ്ഥാനത്തിലും ആകട്ടെ, വലുതായി തനിക്ക് സ്വയം തോന്നുകയും അതിലേക്കങ്ങ് ആവാഹിച്ച് ഓൾ ഇൻ ഓളായി ഞാനതാണ്ട് കുലിക്കിയാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന ഒരുതരം കുണ്ടികുലുക്കി പക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ പക്ഷിയുടെ ഭാവം കൈവരും. അതിൽ കുലുക്കും. പക്ഷേ താൽക്കാലികമായി എന്തൊക്കെയോ ഒരു ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ ആ കുലുക്കൽ എങ്ങും ഏശാറില്ല. അവസാനം ദേ താഴെ വീഴും. രണ്ടുപേരുടെ കഥയുണ്ട് അങ്ങനെ പറയാൻ. ഒന്ന് ലതിക സുഭാഷ് ചേച്ചിയാണ്, മറ്റൊന്ന് നമ്മുടെ ഗോപിനാഥണ്ണനും. ഗോപിനാഥണ്ണൻ പെരിങ്ങോട്ടുശ്ശേരി പഞ്ചായത്തിലാണ് മത്സരിച്ചത്. ഒരു വാർഡിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. പാലക്കാട് ഒരു പാർട്ടിയെ പാഠം പഠിപ്പിക്കുമെന്നും അദ്ദേഹത്തെ പലരും കണ്ട് അഭ്യർത്ഥിച്ചു മടങ്ങി വരാൻ വേണ്ടി തിരിച്ചു വിളിച്ചു. നമ്മുടെ K. സുധാകരൻ സാറിൻ്റെയൊക്കെ സ്വന്തമായിരുന്നു. അദ്ദേഹം KPC പ്രസിഡൻ്റ് ആയപ്പോൾ എല്ലാവരും വിചാരിച്ച് ഇദ്ദേഹം തിരിച്ചു വരും എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹം വരാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അവിടെ പലതും സംഭവിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം മത്സരിച്ചതാണ്. അമ്പേ വീണുപോയി, പരാജയപ്പെട്ടു പോയി ഒരു വാർഡിൽ. അതുപോലെ മറ്റൊരാളാണ് ലതിക സുഭാഷ്. ഒന്ന് ആലോചിച്ച് നോക്കണം. പാർട്ടിയുടെ എല്ലാം ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് കോട്ടയത്തെ ഏറ്റവും ഉമ്മൻചാണ്ടി സാറിന് വ്യക്തിബന്ധമുള്ള ഒരു നേതാവ്, ജില്ലാ പഞ്ചായത്തിലേക്ക് അടക്കം മത്സരിപ്പിക്കാൻ തയ്യാറായ നേതാവ്, ഒടുവിൽ അസംബ്ലി സീറ്റ് ഉദ്ദേശിച്ചത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് അവിടെ എല്ലാം തോറ്റുപോയ തെരഞ്ഞെടുപ്പ് കൂടിയാണത്. അതിന് ഇത്രയും ആളുകളുടെ മുന്നിൽ വിശ്വസിച്ചിരുന്നൊരു പാർട്ടിയെ വേഷം കെട്ടിച്ച് കോലം കെട്ടിച്ച് ഇന്ദിരാഭവൻ്റെ മുന്നിൽ തലമൊട്ടയടിച്ച് ഇലക്ഷന് മത്സരിക്കാനിറങ്ങുന്ന അവസാന മണിക്കൂറിൽ ചുറ്റും നിന്ന ചാനലുകൾക്ക് വാർത്ത നൽകി ഹീറോയിനായി മാഡം ലതിക സുഭാഷ്. ഇപ്പോൾ ദേ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ചു, അതിദയനീയമായി പരാജയപ്പെട്ടു. ഇവർക്കൊന്നും ഇനി ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിലേക്ക് ഒരു തിരിച്ചുവരവ് അസാധ്യമാണ്. പക്ഷേ ഇത് അതിനുവേണ്ടിയല്ല ജനങ്ങൾ ഈ തോൽവി നൽകുന്നത്. ഇതുപോലെ അവസരവാദികളായി ഓരോ പാർട്ടിയിലും കാത്തു നിൽക്കുന്നവരുണ്ട്. മറുകണ്ഠം ചാടി അവരെ പ്രതിസന്ധിയിലാക്കി പിടിച്ചെടുക്കാം. നിങ്ങളോട് ന്യായമായി എന്തെങ്കിലും അന്യായം പെരുമാറി ആ അന്യായത്തിൻ്റെ പേരിൽ നിങ്ങൾ പാർട്ടി വിട്ടാൽ നമുക്ക് ന്യായീകരിക്കാൻ കഴിയും. ഇപ്പോൾ അബ്ദുള്ള കുട്ടി BJPയിൽ പോയി. ഞാൻ ഒരിക്കലും വ്യക്തിപരമായി അദ്ദേഹത്തെ കുറ്റം പറയില്ല. അത്രമേൽ അദ്ദേഹത്തെ അവിടെ ഇട്ട് വട്ടം കറക്കിയിരുന്നു കോൺഗ്രസ് പാർട്ടി. ഇനി അതിനകത്ത് രക്ഷയില്ല എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് പുള്ളി മറ്റൊരു പാർട്ടിയിൽ ചേർന്നത്. പക്ഷേ മറ്റു പലരും അങ്ങനെയല്ല. ഇഷ്ടപ്പെട്ടത് കിട്ടാത്തതുകൊണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഒരു അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നു, അടുത്ത തവണ ആ മണ്ഡലത്തിൽ അയാൾക്ക് സീറ്റ് കൊടുക്കുന്നില്ല. കോൺഗ്രസ്സിലൊക്കെ അത് അപൂർവമായിട്ടാണ്. എന്നിട്ട് പുള്ളിയെ തലശ്ശേരിയിലേക്ക് ഓടിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല. വെറും നിസാര പിണക്കത്തിന് ഒരു പാർട്ടിയെ കൈകാര്യം ചെയ്ത് തറയിലടിച്ച് തറയിൽ പറ്റിച്ച ശേഷം ഇപ്പോൾ ജനവിധി എടുത്ത് തൂക്കി അടിച്ച വാർത്ത, അതും വളരെ ഗൗരവമുള്ള ഒരു തോൽവിയായി മാറുന്നു. ഈ 2 പരാജയങ്ങളും. ആ പരാജയങ്ങളിൽ ഗുണപാഠങ്ങളുണ്ട്.